ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇതേ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഉണക്കമീൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് നമ്മുടെ കണ്ണൂർക്കാർ കാസർഗോഡ് ജില്ലക്കാരൊക്കെ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ഉണക്കമീൻ കറിയാണ്. പക്ഷേ സിമ്പിളാണെന്ന് കരുതിയിട്ട് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി സംഭവമാണ്. ഈ ഒറ്റ കറി മാത്രം മതി നമുക്ക് ചോറിനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ അതിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു. തെരണ്ടി എന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തെരണ്ടി എന്ന് പറയും. ഇനി വേറെ വല്ല പേര് വേറെ നാട്ടിൽ എന്താ പറയുകയാണെന്ന് എനിക്കറിയില്ല എന്തായാലും. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ എടുക്കില്ല, ഒരു പകുതി പോർഷനേ എടുക്കുള്ളൂ. അപ്പോൾ ഏതായാലും വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ നാളത്തേക്ക് ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ ഞാൻ ഇട്ട് വെച്ചെന്ന് മാത്രം. കാരണം ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ചോറ് ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ കുറച്ച് നേരം ഫ്രീസറിന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഇതേ ഉഴുന്നരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ അരച്ചെടുക്കണം. കറി പണി ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മീൻകറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഇതേ പകുതി എന്ന് പറഞ്ഞു. ഈ പകുതിയാണ് ഞാൻ കറി വെക്കാൻ എടുക്കുന്നത്. ഇനി ബാക്കി പകുതി ഞാൻ നാളത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ, ഉണക്കമീൻ വറുത്തത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഏതായാലും ഫ്രീസറിൽ നിന്ന് എടുത്തതല്ലേ, അപ്പോൾ പിന്നെ വീണ്ടും ഫ്രീസറിൽ വെക്കണ്ട. അപ്പോൾ ഇന്ന് തന്നെ അതൊന്ന് മുളകൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതിയിട്ടാണ് അത് ആ പകുതി അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ കറി വെക്കാനുള്ളത് ഇതേ സൈഡിൽ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട്, അതെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു സൈഡിലെ തൊലി എന്തായാലും കളഞ്ഞിരിക്കണം. ഈ സൈഡിൽ നല്ലോണം മണ്ണ് പറ്റി കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് പറിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. എന്നാലും ഇത്തിരി നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് തൊലി അങ്ങനെ പറഞ്ഞു വരും കേട്ടോ. ഒരല്പം സ്ട്രെയിൻ എടുത്താലേ കിട്ടുള്ളൂ. എന്നാലും അതിങ്ങനെ ഇതേ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതേ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല അളവിൽ തന്നെ നമുക്ക് കറി വെക്കാനുള്ള കഷ്ണങ്ങളായിട്ട് കിട്ടും. അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുറിച്ചെടുത്തിരിക്കുന്ന ആ ഒരു പീസിന് ഞാൻ വീണ്ടും നടുക്കേ കൂടി ഒന്ന് മുറിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ ഉണക്കമീനൊക്കെ തെരണ്ടി മീൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരണം. നല്ലോണം ഉപ്പുണ്ടാവും, എല്ലാവർക്കും അറിയാം. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ജീരകം. ഞങ്ങൾ കണ്ണൂർക്കാർ തേങ്ങ അരക്കുന്ന സമയത്ത് ജീരകം ചേർക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മീൻകറിൽ ജീരകം ചേർക്കും. ഞങ്ങൾ ചേർക്കും കേട്ടോ. അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും. ഞങ്ങൾ ചെറിയ ഉള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ. കറിയിൽ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമുള്ള ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കളർ മുളക് പൊടിയും, പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കുമെന്ന് പറഞ്ഞാൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വാളംപുളിയും കൂടെ ഞാൻ ഇതിനകത്ത് തന്നെ അരച്ച് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ നല്ല വൃത്തിയിൽ തേങ്ങ അരഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ പുളി പിഴിഞ്ഞ് കൊടുക്കേണ്ട പണിയും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ മീനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ആദ്യം തന്നെ എപ്പോഴും ഏത് മീൻകറി ആയാലും കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കും. നല്ലൊരു മണം കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഉണക്കമീൻ വലിയ മീനുകളാകുമ്പോൾ നമുക്ക് വയറ്റിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ. പിന്നെ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ, കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ നേരത്തെ അരച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ചിലർ സവാളയോ ചെറിയുള്ളിയോ അരിഞ്ഞിട്ട് ചേർക്കാറുണ്ട് ഇതിനകത്തോട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ചില ആൾക്കാർ മീൻകറി സവാള ചെറിയുള്ളി ചേർക്കാറുണ്ട്. ഞങ്ങൾ ചേർക്കാറില്ല. ഞാൻ ചേർക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഇതേ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാകത്തിന് അരവ് ചാറ് നമ്മുടെ പാകത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കാം. ഞാനൊരല്പം ലൂസായിട്ടാണ് ഉണ്ടാക്കുക. കാരണം എനിക്ക് കട്ടിയുള്ള, എനിക്ക് കുറുകിയ കറി അത്ര വലിയ ഇഷ്ടമില്ല. ഇത്തിരി ലൂസായിട്ടുള്ള കറിയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ഉണക്കമീനിൽ അത്യാവശ്യം നല്ല അളവിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇനി കറിയൊക്കെ നന്നായി തിളച്ച് കഴിഞ്ഞ് പാകത്തിന് കുറുകിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. ബാക്കി മീനിത് ഞാനിങ്ങനെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്ക് ഉപ്പ് നന്നായി പോയി കിട്ടും കേട്ടോ. കറി പോലെയല്ലോ, ഉണക്കമീനിന് വറുത്തതിന് നമുക്ക് അധികം ഉപ്പ് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2-3 തവണ അങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ ആ ഉപ്പ് കുറഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് അത് മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കും, നാളെ വറുത്തെടുക്കാനാണ്. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. കുറച്ചൊന്ന് ചാറ് കുറുകണം, ഒരുപാട് കുറുക്കില്ല, കുറച്ചൊന്ന് ചാറ് കുറുകണം. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വെന്ത് കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് നേരം ഒന്ന് കുറുകി കഴിയുമ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ ഇതേ ഒരു കുഞ്ഞ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തേതായി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചേർത്ത് കൊടുക്കാതിരിക്കുന്ന തക്കാളിയൊക്കെ ഉടഞ്ഞ തൊലി മാത്രമാവും. അങ്ങനെയാകുമ്പോൾ രസമില്ല. അതുകൊണ്ടാണ് ലാസ്റ്റിൽ കുറച്ച് നേരം ബാക്കി ഉണ്ടാകുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തക്കാളി അധികം ഉടയാതെ കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ ചാറൊക്കെ അത്യാവശ്യം എൻ്റെ പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. നന്നായി കുറുകണം എന്നുള്ളവർ അങ്ങനെ കുറുക്കിയെടുക്കുക. എനിക്കെന്തായാലും ഒരുപാട് കുറുകുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം മീനൊക്കെ വന്ന് ചാറൊക്കെ പാകത്തിനായെന്ന് കാണുമ്പോൾ വീണ്ടും ഒരിത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്.
എനിക്ക് ഉള്ളി താളിച്ച് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത് ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ചോറിന് ഇത് മാത്രം മതി ഞങ്ങൾക്കിവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.